ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് വാക്കുകളിൽ എന്നെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ ദൈവവചന പഠനത്തിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ മണ്ണാർക്കുളഞ്ഞി സഭയിൽ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് 1994-95 കാലഘട്ടത്തിലാണ്. അതിന് കാരണം ഞാൻ ബ്രദർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിദ്യാർത്ഥിയായി പഠിച്ച സമയത്താണ് ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ചന്തയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിന് പാട്ട് പാടാനായിട്ടാണ് ഞാൻ ജോജിയും ഷാജിമോനും എവിയും ഒക്കെ വരുന്നത്. അതിന് പാട്ട് പാടും. എന്നിട്ട് സാങ്കുട്ടിച്ചാൻ്റെ വീട്ടിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും, പാടും. ഉണ്ണിക്കുഞ്ഞാൻ്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഭക്ഷണം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഉണ്ടായി. ഞങ്ങളുടെ BBA സെക്കൻഡ് ബാച്ചിൻ്റെ ഗ്രൂപ്പിൽ ഉണ്ണിക്കുഞ്ഞാൻ്റെ വീട്ടിലെ മോരുകറിയും ഇറച്ചിയുടെ രുചിയും പലരും ഷെയർ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ റേഷ്യൻ രീതിയിൽ മാത്രം ഇതൊക്കെ കിട്ടിയിട്ടുള്ളൂ, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം. അപ്പൊ ഞങ്ങൾക്ക് ലാവിഷായിട്ട് കിട്ടുന്നത് ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ പോകുമ്പോഴാണ്. മേക്കൊള്ളൂര് ആ വീട്ടിൽ കുളങ്കര വീട്, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല എന്ന് വീടാണ്. അത് ഓർമ്മ എന്റെ പണ്ടത്തെ ഓർമ്മയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ പഠിച്ചു. എന്റെ സ്ഥലം എന്ന് പറയുന്നത് ചുഴങ്ങയാണ്, കേരളത്തിലുള്ള സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള സ്ഥലമാണ്. ചാണകച്ചാൻ എനിക്ക് എല്ലാവർക്കും അറിയാം. ചാണകച്ചാൻ ആദ്യം ശുശ്രൂഷ ചെയ്ത സ്ഥലമാണ് ഞാനായിരുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഞാനിവിടെ പഠിക്കാൻ വന്നത്. എന്നിട്ട് ഞാനിവിടെ പഠനം കഴിഞ്ഞ് 3.5 വർഷം ഞാൻ കേരളത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്തു. അത് കഴിഞ്ഞാണ് ഞാൻ കർണാടകത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞാൻ കർണാടകത്തിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നെല്ലിയാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് മലയാളി സ്ഥലമല്ല, കന്നഡയാണ്. ഞങ്ങളുടെ ദേശം കന്നഡയാണ്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ 26 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നത്. തന്മുഖാന്തരം 2 സഭകൾ അവിടെ ഉണ്ടാകാനിടയായി. 2 സഭകളുമായി ഏകദേശം 21 കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ സഭയിൽ 18 പേരും മറ്റൊരു സഭയിൽ 3 കുടുംബങ്ങളുമാണുള്ളത്. മാത്രമല്ല അനേക ചെറുപ്പക്കാർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയാനിടയായി. അവർ ഒരാൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു, ഫുൾ ടൈം സുവിശേഷകനായിട്ടല്ല. ഒരാൾ പൂർണ്ണ സുവിശേഷകനായിട്ട് അവിടെ നിന്ന് ഞങ്ങളായിരിക്കുന്ന നെല്ലിയാടിയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരെ ചാർമാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ചിക്കമംഗളൂർ, നമ്മുടെ KP ജോർജ് സാറിന്റെ ഉണ്ടായിരുന്ന ആ സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങളുടെ അവിടുന്ന് പോകുന്ന വഴിക്കാണ് ഈ ചാർമാടി എന്ന സ്ഥലം. അവിടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 3 കുടുംബങ്ങളുണ്ട്. പുതിയതായിട്ട് അവിടെ നിന്ന് വേർപെട്ട് വന്നതല്ല. അവിടുന്ന് വന്നിട്ട് ഞങ്ങളുടെ നെല്ലിയാടിയിലെ പ്രവർത്തന മുഖാന്തരം അവിടെ ആത്മാക്കൾ വന്നു. തിരിച്ച് അവരുടെ നാട്ടിൽ തന്നെ ഒരു കുടിയേറുണ്ടായി. അങ്ങനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് അവരെ. അവിടുന്ന് ആ സ്ഥലത്തുനിന്ന് ആരും ഇതുവരെ രക്ഷിക്കപ്പെട്ട് വന്നിട്ടില്ല. ഇപ്പോഴുള്ള സ്ഥലത്തെ പ്രവർത്തന മുഖാന്തരം ആരും മുമ്പോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ അവിടെ ആയിരിക്കുന്നത് ഞങ്ങൾ നെല്ലിയാടിയിൽ നിന്ന് പോയി വർക്ക് ചെയ്ത് ഉണ്ടായ കുടുംബങ്ങളെ ഞങ്ങൾ സൗകര്യാർത്ഥം അങ്ങോട്ട് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ 2 കൂടുകളുമുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. മകൾ BSc നേഴ്സാണ്. മോൻ ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കുന്നു. അതാണ് തൽക്കാലം ഞങ്ങളെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് വരാം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോട്, ഞാൻ താമസിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരോട്, ഇന്ന് ഈ മീറ്റിംഗിലേക്ക് വന്ന അയൽ സഭകളിലുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനങ്ങളെ നമിക്കുക. ഓക്കെ, അപ്പം എന്തെങ്കിലും പരിചയമുള്ളവരും വളരെ പേരുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സഹപ്രവർത്തകന്റെ സിസ്റ്ററുടെ സാമിന്റെ വൈഫായിട്ടുണ്ട്, ഷാജി മുക്കുഴി. ഞങ്ങൾ ഷാജി മുക്കുഴി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വളരെ ബന്ധമുള്ള ഒരുപാട് പേർ ഇവിടെ ഉണ്ട്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുന്നത്. ഏത് വിഷയത്തെ കുറിച്ച് ചിന്തിക്കണം എന്ന് ഞാൻ
ഉണ്ണിക്കുഞ്ഞാനോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സാധാരണ എടുക്കുന്ന ക്ലാസ്സിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു വിഷയം പഠിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. തൽഫലമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ചുള്ള ഒരു പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം എന്ന് എന്റെ മനസ്സിൽ ഉണ്ടായത്. ഈ ക്ലാസ് ഞങ്ങളുടെ സഭയ്ക്ക് പുറത്ത് ആദ്യമായിട്ടാണ് ഈ ക്ലാസ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ ഈ വിഷയം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ സഭയ്ക്ക് പുറത്ത് ആദ്യമായിട്ടാണ് ഈ വിഷയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗവും വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്ന് ധ്യാനിക്കാം. എന്നിട്ട് വായിച്ചതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം Revelation chapter 2 verses 1 to 7. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള പിടിച്ചുകൊണ്ട് 7 പൊൻനിലവകൾ നടുവിൽ നടക്കുന്നവൻ അല്ല ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരും കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നുപോകാതിരുന്നതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാതെ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലവിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലാവിയുടെ നടപ്പാൻ നീ വെറുക്കുന്നു എന്നൊരു നന്മ കൊണ്ട് അത് ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിന്റെ പ്രതീക്ഷയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിപ്പാൻ കൊടുക്കും. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നിമിഷത്തിലേക്ക് എത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായ സ്തോത്രം. പിതാവേ, ഞങ്ങൾ അങ്ങയുടേതാണ്, ഈ ജനം അവിടുത്തേതാണ്, വചനം അങ്ങയുടേതാണ്. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ വചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയ വചനം അത് പ്രായോഗികമായി ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങയുടെ ആത്മാവിന്റെ വലിയ നിയന്ത്രണം ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടാകുമാറാകണമേ. ഞങ്ങൾ പാടിയതുപോലെ ആദ്യന്തം ഞങ്ങൾ ശ്രദ്ധാലുക്കളായി ഇരിക്കാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിസ്ട്രാക്ഷൻസ് വളരെ ഉണ്ട്, എന്നാൽ അതിൽ നിന്നൊക്കെ വിടുതൽ തന്നേക്ക് ഞങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനകളോട് നന്ദി. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ഒരിക്കലൊരു മുസ്ലിം മത പണ്ഡിതൻ അദ്ദേഹത്തെ അവരുടെ ഉറൂസിൽ ക്ഷണിക്കും. ഉറൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെൻഷൻ ഉറൂസിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മുല്ല എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ. നിങ്ങൾ കേട്ട് കാണും ഈ മുല്ലയെ കുറിച്ച്. അദ്ദേഹം ഒരു രസികനായ പ്രഭാഷകൻ. പക്ഷെ ഒരു പ്രശ്നം, അദ്ദേഹം ചെന്നിട്ട് അവിടുത്തെ ഓഡിയൻസിനെ ഒന്ന് വാച്ച് ചെയ്യും. എന്നിട്ട് അവിടെ ഓഡിയൻസിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് തൃപ്തി ഇല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ക്രൈറ്റീരിയ, മാനദണ്ഡം അതാണ്. അപ്പൊ ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം അവിടെ ചെന്നപ്പോ അവിടുത്തെ ഓഡിയൻസ് അത്ര എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. പുള്ളി കണ്ടപ്പോൾ തന്നെ വല്ലായ്മ. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കറിയാമോ? പറഞ്ഞ അവിടെ കൂടിയതോടെല്ലാം പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയാൻ വയ്യാത്തവരോട് പ്രസംഗിക്കാറില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രശ്നം. കാരണം അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചതും അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടത്. അപ്പൊ അവിടുത്തെ എല്ലാം തീരുമാനിച്ചു, ഇത്രയും കാശ് മുടക്കി ഇദ്ദേഹത്തെ ഇവിടെ വിളിച്ചപ്പോ ഇനി എന്തായാലും ഇദ്ദേഹത്തെ ഇവിടെ പ്രസംഗിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇദ്ദേഹം ഇതേ ചോദ്യം ചിലപ്പോൾ ചോദിക്കാനായിരിക്കും. നമുക്ക് എല്ലാവർക്കും പറയണം അറിയാം എന്ന് പറയണം. അപ്പൊ അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ ക്ഷണിച്ചു. അദ്ദേഹം വന്നു. സെയിം ക്വസ്റ്റ്യൻ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്ക് അറിയാം. അവിടെ ഉള്ളവരെല്ലാം എന്ത് പറഞ്ഞു? അറിയാം. കാരണം അതല്ലേ ഒരു പ്രസംഗിക്കുള്ളൂ. അവിടെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല. അപ്പൊ ആലോചിച്ചാൽ അറിയാവുന്നവരോട് ഞാൻ എന്താ പ്രസംഗിക്കാറില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആകെപ്പാടെ പോയത്, ഇവർക്ക് ആകെപ്പാടെ വിഷണരായി. ഇവർ വിചാരിച്ചു എന്താ ചെയ്യുക,
ഈ മനുഷ്യനെ കൊണ്ട് ഇവിടെ പ്രസംഗിപ്പിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ഇനി തീരുമാനിച്ചു, ഇനി നമുക്ക് ഈ മുന്നേ വിളിക്കുമ്പോ പകുതി പേര് അറിയില്ല എന്നും പകുതി പേര് അറിയണമെന്നും പറയും. അപ്പൊ ഇദ്ദേഹം പ്രസംഗിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം പ്ലാൻ ചെയ്തു. ഉടനെ അദ്ദേഹം വന്നു ചോദിച്ചു, ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കറിയാം? പകുതി ആളുകൾ പറഞ്ഞു അറിയാം, പകുതി പേര് പറഞ്ഞു അറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നും പ്രസംഗിക്കുന്നില്ല. അതല്ല, അറിയാവുന്നവരുടെ ഇരിപ്പുണ്ട്, അവരറിയാൻ വേണ്ടവരെ പഠിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഞാനിത് പറഞ്ഞതിന്റെ താല്പര്യം, ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ചുള്ള ദൂത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് പഠിപ്പിക്കാൻ കഴിവുള്ളവരുടെ ഇരിപ്പുണ്ട്, അറിയാവുന്നവരിപ്പുണ്ട്, അല്പസ്വല്പം അറിയാവുന്നവരുണ്ട്. അപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓഡിയൻസ് സമ്മിശ്രമായ ഓഡിയൻസ് ആണ്. പ്രത്യേകിച്ച് കുഞ്ഞു യൂത്ത്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും എങ്ങനെ ഉൾപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മാവ് അങ്ങനെയാണ് എന്നെ ഗൈഡ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളോട് പറയാനായിട്ട് കാരണം. നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗ്രന്ഥമാണ്. പുതിയ ദൈവത്തിൽ ഏറ്റവും ഇഷ്ടമാണ് വെളിപ്പാട് പുസ്തകം. അതിന്റെ കാരണം, ഭാവി അറിയാനായിട്ട് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഇല്ല. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് പറയുകയാണ്, മോളെ ഞാൻ നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മളെന്ത് പറയും? വേണ്ട, പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഭാവി പൊതുവൊന്നും അറിയണ്ട. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ എന്ത് പറയും? നല്ലതായിരുന്നു, പെട്ടെന്ന് വേണ്ടെന്ന് പറയണ്ടായിരുന്നു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ഭാവി മാത്രമല്ല, ഈ ലോകത്തിന്റെ ഭാവി എന്താണ്, ഭാവിയിൽ എന്താണ് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ യേശുവോട് ചേർന്ന് ഇപ്പൊ എത്ര മുതൽ എന്ന് പാടിയപ്പോൾ കൈകളാൽ തീർക്കാത്തല്ലാത്ത ഒരു വീടിന്റെ കാര്യമൊക്കെ നമ്മൾ പാടി. അപ്പൊ ആ വീട്ടിലേക്ക് പോകുന്ന കാര്യം എന്തായിരിക്കും? ഇത് വലിയ പ്രതീക്ഷയാണ്. ഇപ്പൊ വെളിപ്പാട് പുസ്തകം എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു പുസ്തകമാണ്. അതേപോലെ തന്നെ ഭയങ്കര പേടിയാണ്. ഞങ്ങൾ സുവിശേഷം പറയാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഒരു കുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ വാക്യം വായിക്കും, ദൈവത്തിന്റെ വാക്യം ഒന്നിൽ തന്നെ ഞങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കും, അത് വെളിപ്പാട് പുസ്തകമാണ് വായിക്കുന്നത്. ഒരു ഹിന്ദു ആളാണ്. അവരുടെ കന്നഡ ബൈബിളില് പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ വായിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനെങ്ങനെ വായിക്കുന്നത്? അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ്. സന്ധ്യ എന്നാണ് ആ കുട്ടിയുടെ പേര്. ഈ വെളിപ്പാട് പുസ്തകം വായിച്ചത് പേടിക്കാൻ വേണ്ടിയാണ്. പേടി ഉൾപ്പെടും, ജീവിതത്തിൽ ഉൾപ്പെടും. ആ പേടി ഒന്ന് ഉണ്ടാകാനും ദൈവത്തെ ഭയക്കാൻ വേണ്ടിയാണ് ആ കുട്ടി ഈ വെളിപ്പാട് പുസ്തകം വായിച്ചത്. അതുകൊണ്ട് സന്ധ്യയോട് സുവിശേഷം പറഞ്ഞു. സന്ധ്യ രക്ഷിക്കപ്പെട്ടു. സന്ധ്യയുടെ 3 കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെടാനിടയായി. അപ്പൊ വെളിപ്പാട് പുസ്തകം പേടിപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ട് തോന്നാം. നമുക്ക് വലിയ പേടിയൊന്നുമില്ല. കാരണം നമ്മളത് പകൽ വെളിച്ചത്തിലാണ് എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. എന്നാൽ രാത്രിയുടെ യാമങ്ങളിൽ ഒരു 12 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് ഈ 6-ാം അധ്യായം, ഈ കൽമഴ പെയ്യുന്നതും തീ വരുന്നതും കാഹളം പൊട്ടിക്കുന്നതും ഒക്കെ വായിച്ചാൽ, ചുമ്മാതെ വായിക്കല്ല, വിഷ്വലൈസ് ചെയ്ത് വായിച്ചാൽ, അത് എന്താണ് അതിന് മലയാളം എന്താണ്, നമ്മൾ ദൃശ്യവൽക്കരിച്ച് വായിച്ചാൽ നമുക്ക് എന്ത് തോന്നും? അല്പം ഭയം തോന്നും, സംശയമൊന്നുമില്ല. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം ഭയങ്കര പ്രാധാന്യമാണ്. ഇനി വെളിപ്പാട് പുസ്തകത്തിന്റെ വിഭജനം അതേ അധ്യായത്തിൽ തന്നെയുണ്ട്. നമുക്ക് 11-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഒരാൾ വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഉണ്ട്. അവിടെ ശ്രദ്ധിക്കണം, മരണത്തിന്റെ താക്കോലുണ്ട്, പാതാളത്തിന്റെ താക്കോലുണ്ട്. എന്നിട്ട് 19-ാം വാക്യത്തിൽ ഒരു 3 കാര്യങ്ങൾ പറയാണ്. 3 മേജർ ഇമ്പോർട്ടന്റ് തിങ്സ്. എന്താണ് 19-ാം വാക്യം? 1, നീ കണ്ടത്. 2, ഇപ്പോൾ ഉള്ളത്. 3, ഇനി സംഭവിക്കാനുള്ളത്. ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ വിഭജിക്കേണ്ട. ആര് തന്നെ വിഭജിച്ച് തന്നിരിക്കുകയാണ്? കർത്താവ് തന്നെ വിഭജിച്ച് തന്നിരിക്കുകയാണ്. ഇത് ആരുടെ വെളിപ്പാട്? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ചിലര് വെളിപ്പാടെന്നാ പറയാം. എനിക്കൊരു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കത്തോലിക്ക അച്ഛനാണ്. അദ്ദേഹം ലാറ്റിൻ രൂപതയിലെ ഒരു ബിഷപ്പാണ്. ഇപ്പൊ അദ്ദേഹം ബിഷപ്പായി. അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാർ വെളിപാട് പുസ്തകത്തിലെ പ്രസംഗം ഒന്ന് ചെയ്യുവാണെങ്കിൽ വളരെ നന്നായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഫാദറെ അത് വെളിപാടല്ല, വെളിപ്പാടാണ്. ആരുടെ വെളിപ്പാടാ?
ഒന്നാം വാക്യം തുടങ്ങുന്നത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അപ്പൊ ഒന്നാമത്തെ കാര്യം അവിടെ പറയാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് കർത്താവ് തന്നെ വിഭജിച്ച് തന്നിരിക്കുകയാണ് 19-ാം വാക്യത്തിൽ. ഒന്ന്, നീ കണ്ടത്, അതാണ് ഒന്നാം അധ്യായം. നീ കണ്ടത് എന്ന് പറയുന്നതാണ് ഒന്നാം അധ്യായം. രണ്ടാമത്തെ വിഭജനം ഇപ്പോൾ ഉള്ളത്, അതാണ് 2, 3 അധ്യായങ്ങൾ. ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു, അതാണ് 4 മുതൽ എത്ര അധ്യായമുണ്ട്? വെളിപ്പാട് പുസ്തകത്തിൽ എത്ര അധ്യായമുണ്ട്? 21, 22 അധ്യായങ്ങൾ. ബാക്കിയുള്ള 22 അധ്യായങ്ങൾ 4-ാമത്തെ അധ്യായം മുതൽ 22-ാം അധ്യായം വരെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ 2, 3 അധ്യായങ്ങളിൽ 7 സഭകളാണ് നമുക്ക് കാണുന്നത്. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ 20 കാര്യങ്ങൾ 7-ന്റെ കണക്കിലുണ്ട്. എത്ര ഉണ്ട്? 20 കൂട്ടം കാര്യങ്ങൾ 7 എന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല, കാരണം അതിന്റെ വലിയൊരു പഠനമാണ്. ഞാനൊന്ന് പറയാം. ഒന്ന്, 7 സഭകൾ, അത് അതിന്റെ കണക്കുണ്ട്. നമുക്ക് കാര്യങ്ങളൊന്ന് വായിച്ചു പോവാം, ഓടിച്ചു പോവാം. 1-ാം അധ്യായം 4-ാം വാക്യം വായിച്ചു. 2-ാമത്തെ കാര്യങ്ങളുടെ കണക്ക് 1-ാം അധ്യായം 4-ാം വാക്യം. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവെങ്കിൽ നിന്ന് അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്ന്. എത്ര ആത്മാവുണ്ട്? 7 ആത്മാക്കൾ. 7 സഭകൾ. രണ്ടാമത്തെ ചിന്ത, 7 ആത്മാക്കൾ. നമ്മൾ പറയുന്നത് എത്ര ആത്മാവുണ്ടെന്നാണ്? ഒരാത്മാവ്. ഏതാണത്? പരിശുദ്ധാത്മാവ്. പക്ഷെ ഇവിടെ പറയാണ് 7 ആത്മാവ്. ഇതേതാണ് ഈ 7 ആത്മാവ്? ആ 7 ആത്മാവ് ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വിശദീകരിക്കുന്നില്ല. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിലുണ്ട് ആ 7 ആത്മാവ് ഏതൊക്കെയാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് വായിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ആ സംശയം കൊണ്ട് നമ്മൾ പോകരുത്. അതുകൊണ്ട് നമുക്കൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം. അവിടെ ഈ 7 ആത്മാക്കൾ ഏതാണ്, അല്ലെങ്കിൽ 7 ആത്മാക്കൾ, ഒരു ആത്മാവിന്റെ 7 ശുശ്രൂഷ. 7 ആത്മാക്കൾ എന്ന് പറയുന്നതിനേക്കാളും ഒരു ആത്മാവിന്റെ 7 ശുശ്രൂഷകൾ എന്തൊക്കെയാണ് എന്നവിടെ 2-ാം വാക്യത്തിൽ പറഞ്ഞു. 1, യഹോവയുടെ ആത്മാവ്. 2, ജ്ഞാനത്തിന്റെ ആത്മാവ്. 3, വിവേകത്തിന്റെ ആത്മാവ്. 4, ആലോചനയുടെ ആത്മാവ്. 5, ബലത്തിന്റെ ആത്മാവ്. 6, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 7, യഹോഭക്തിയുടെ ആത്മാവ്. അപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് എത്ര ആത്മാവുണ്ട് എന്ന് ചോദിച്ചാൽ ഒരാത്മാവേ ഉള്ളൂ. പക്ഷേ ആത്മാവിന്റെ 7 ഡിഫറൻറ്റ് ശുശ്രൂഷകളെ 7 ആത്മാക്കൾ എന്ന് വിളിക്കാം. അത് തെറ്റൊന്നുമില്ല, കാരണം ബൈബിൾ അങ്ങനെ തന്നെ പറയുന്നതാണ്. 7 ആത്മാക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പിന്നീട് നമ്മൾ 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരാം. 1-ാം അധ്യായം 12-ാമത്തിൽ 3-ാമത്തെ 7-നെ നമുക്ക് കാണാം. 1-ാം അധ്യായം 12-ാം വാക്യം. എന്നോട് സംസാരിക്കാതെ 13-ാം വാക്യം. ഇരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകൾ. 3-ാമത്തെ കാര്യം എന്താണ്? 7-ന്റെ 3-ാമത്തെ കാര്യം പൊൻനിലവിളക്കുകൾ 7 ആണ്. ഇനി 1-ാം അധ്യായം 16-ാം വാക്യം. 1-ാം അധ്യായം 16-ാം വാക്യം. 7 നക്ഷത്രം. 7 നക്ഷത്രം. വീണ്ടും 4-ാം അധ്യായം 5-ാം വാക്യം. നമുക്ക് വായിച്ചു പോവാം. 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. 7 ദീപങ്ങൾ എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. അപ്പൊ ആത്മാവിനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് 7 ദീപങ്ങളോടാണ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. 6-ാമത്തെ കാര്യം 5-ാം അധ്യായം 1-ാം വാക്യം. ചാപ്റ്റർ 5 വേഴ്സ് 1. 5-ന്റെ 1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവരുടെ വലങ്കൈ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്ര. എത്രാമത്തെ കാര്യമാണ്? 6-ാമത്തെ കാര്യം 7 മുദ്ര. 5-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത കാര്യം നമുക്ക് കാണാൻ കഴിയും. സിംഹാസനത്തിന്റെ 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുട്ടിയാട് അർഹപ്പെട്ടത് പോലെ നിൽക്കുന്ന കണ്ടു. അതിന് 7 കൊമ്പ്. അപ്പോൾ നമുക്ക് 7-ാമത്തെ കാര്യം 6-ാമത്തെ കാര്യം കാണാം. 7-ാമത്തെ കാര്യം 7 കൊമ്പ്. അടുത്തത് 5-ാം അധ്യായം 6-ാം വാക്യം തന്നെ വീണ്ടും ഒന്നുകൂടെ വായിക്കാം. 5-ന്റെ 6. അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ കാണാൻ കഴിയും. 7 കണ്ണ്. എത്ര കണ്ണുണ്ട്? 7 കണ്ണ്. അടുത്തത് 8-ാം അധ്യായത്തിലേക്ക് വരാം. 9-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് 8-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ്.
8-ാം അധ്യായം 2-ാം വാക്യത്തിൽ ദൂതന്മാർ. 7 ദൂതന്മാർ. അതേ 8-ാം വാക്യം 2-ാമത്തെ വാക്യത്തിൽ അടുത്ത ഒരു കാര്യം കാണാൻ കഴിയും. 7 കാഹളം. വീണ്ടും 10-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 10-ാമത്തെ അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് 7 ഇടി. 7 ഇടി. അതുപോലെ തന്നെയാണ് നമുക്ക് അതിന്റെ 3-4 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കാം. അവൻ മലക്കാൽ സമുദ്രത്തിന്മേലും ഇടങ്ങാൽ ഭൂമിയിലും വെച്ചു. അതല്ലേ? അതെ. 10-ാം അധ്യായം. ഏഴ് ഇടിയും. അടുത്തത് 7 ഇടിനാദം കേട്ടിയപ്പോൾ. ഇടിനാദം. 7 ഇടിയും ഇടിനാദവും. അടുത്തത് നമ്മള് വായിക്കുന്നത് വീണ്ടും അടുത്ത് വായിക്കുന്നത് 11-ാമത്തെ അധ്യായമാണ്. 13-ാമത്തെ വാക്യം. 11-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരം വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരിച്ചരായി സ്വർഗ്ഗത്തിലെ ദൈവത്തിൽ മാത്രം പോയി. അവിടെ വായിക്കുന്നു 7000. ഒരു 7 അവിടെ ഉണ്ട്. 7000 പേർ മരിച്ചു എന്ന് അവിടെ കാണാൻ കഴിയും. 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. 7 തലയുണ്ട്. 7 തല. 14-ാമത്തെ കാര്യം. 15-ാം വാക്യം. 15-ാമത്തെ കാര്യം 12-ാം അധ്യായം 3-ാം വാക്യം. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി 16-ാമത്തെ കാര്യം 15-ാം അധ്യായം 1-ാം വാക്യം. 15-ാമത്തെ അധ്യായം 1-ാം വാക്യം. 7 ബാധ. 7 ബാധ. പിന്നീട് 7 ദൂതന്മാർ. അത് 2 കാര്യവും അവിടെ കാണാൻ കഴിയും. 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ 7 ബാധയും 7 ദൂതന്മാരെയും അവിടെ കാണാൻ കഴിയും. 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. 15-ാം അധ്യായം 7-ാം വാക്യം 7 കലശം എന്ന് കാണാനായിട്ട് സാധിക്കും. 17-ാം അധ്യായം 9-ാം വാക്യം. 17-ാം അധ്യായം 9-ാം വാക്യം. 17-9. 7 മല. എന്തുണ്ട്? 7 മല. അവസാനം 17-ാം അധ്യായം 10-ാം വാക്യം. 17-ാം അധ്യായം 10-ാം വാക്യം. ഇന്നോട് വായിച്ചു. 17-ാം അധ്യായം 10-ാം വാക്യം. 7 രാജാക്കന്മാരും. ഇപ്പൊ എത്ര കാര്യമുണ്ട്? 20 കാര്യങ്ങൾ 7കളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് വിശദീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഏത്? 7 സഭകൾ. ഇനി ഈ 7 സഭകളെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും സൗകര്യപ്രദമായ അല്ലെങ്കിൽ ഏറ്റവും ബിബ്ലിക്കലായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യാഖ്യാനമാണ് ഈ 7 സഭകൾ 7 കാലഘട്ടത്തെ എന്ത് ചെയ്യുകയാണ്? കുറിക്കുകയാണ്. 7 കാലഘട്ടം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? ലവോദിക്ക കാലഘട്ടം. ശരിയാണോ? ആണോ? നമുക്ക് തിരിച്ചു വരാം. അതിലേക്ക് തിരിച്ചു വരാം. ആദ്യത്തെ കാലം നോക്കാം. എഫെസോസ് സഭ നമ്മൾ വായിച്ച 2-ാം അധ്യായം. അവിടെ AD 30 മുതൽ 300 വരെയുള്ള ചരിത്രമാണ് അവിടെ പറയുന്നത്. ഈ AD 33 മുതൽ ഉള്ള 30 മുതൽ 300 വരെയുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടമായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ആ കാലഘട്ടത്തെയാണ് എഫെസോസ് സഭ പറയുന്നത്. ഇനി സ്മിർനയിലെ സഭ നമ്മൾ കണക്കുകൂട്ടിയാൽ AD 100 മുതൽ 313 വരെ. അപ്പൊ നമുക്ക് AD 30 എന്നല്ലേ പറഞ്ഞു ബ്രദറെ? അതെ. ഇത് ഇന്റർലിങ്ക്ഡ് ആണ്. ഈ സ്മിർന സഭയും എഫെസോസ് സഭയും തമ്മിൽ കാലഘട്ടത്തിനകത്ത് അങ്ങോട്ട് കയറി കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ AD 100 എന്നും പറഞ്ഞത്. ആദ്യത്തെ സഭ എഫെസോസിലെ സഭ AD 30 മുതൽ 300 വരെയുള്ള കാലഘട്ടവും സ്മിർനയിലെ സഭ AD 100 മുതൽ AD 313 വരെയുള്ള കാലഘട്ടത്തെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പെർഗമോസിലെ സഭ, നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം ഓരോ സഭ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. 314 മുതൽ 590 വരെയുള്ള വർഷങ്ങളാണ് പെർഗമോസിലെ സഭ. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സാത്താന്റെ സിംഹാസനം ഉള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് അപ്പോൾ വിശദീകരിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട 4-ാമത്തെ സഭ എന്ന് പറയുന്നത് തുയത്തൈര സഭയാണ്. 2-ാം അധ്യായം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ് അത് പറയുന്നത്.
AD 590 മുതൽ 1517 വരെയുള്ള കാലഘട്ടമാണ് ഈ ത്വൈതൈര സഭയുടെ കാലഘട്ടമായി വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത സഭ സിർദിസ്, ആ സഭ നമ്മൾ വായിക്കുന്നത് 1517 മുതൽ 1700 വരെയുള്ള കാലഘട്ടമാണ് സർദിസിലെ സഭയെ നമുക്ക് കാണാൻ. സർദിസ് സഭ 1517 മുതൽ 1700 വരെയുള്ള കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചർച്ച നമ്മൾ വായിക്കുന്നത് ആറാമത്തെ ചർച്ചാണ്. അത് ഫിലദൽഫിയ സഭയാണ്. 1700 മുതൽ 1900 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫിലദൽഫിയ സഭയുടെ കാലഘട്ടം. അവസാനത്തെ കാലഘട്ടം ഏതാണ്? 1900 മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് വരെയാണ് ഏത് സഭയുടെ കാലഘട്ടം? ലവോദിക്ക സഭയുടെ കാലഘട്ടം. നമ്മളൊക്കെ ആശ്വസിക്കുന്നത് ഏത് പറഞ്ഞാൽ, എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാം ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞങ്ങളുടെ കർണാടകത്തിലുള്ള കന്നഡ ഫ്രണ്ട്സാണ്. അപ്പൊ അവര് പറയുന്നത് ഇത് കലിയുഗമാണ്. മത്സ്യപൂർവ്വ വരാഹച്ച വാമന ദശാവതാരത്തിലെ അവസാനത്തെ അവതാരം, ആ അവതാരം ഉൾപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് അവരുടെ പുരാണം അനുസരിച്ച് പറയുന്നത്. ബൈബിൾ അനുസരിച്ച് യുഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്? കൃപായുഗം, മറ്റൊരു പേര് പറഞ്ഞാൽ പരിശുദ്ധാത്മയുഗം, സഭായുഗം എന്നൊക്കെ അറിയപ്പെടുന്ന യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേ സെയിം ടൈമിൽ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഏത് സഭ കാലഘട്ടമാണ്? ലവോദിക്ക കാലഘട്ടം. ഇനി നമുക്ക് മടങ്ങി വെളിപ്പാടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകൾക്കും ഇവിടെയും പാറ്റേൺ ഒന്നാണ്, മാതൃക ഒന്നാണ്. ഒരേ രീതിയിലാണ് ഓരോ സഭകളോടും യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നത്. അതിലൊരു പാറ്റേൺ ഉണ്ട്. ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ആദ്യം യേശുക്രിസ്തുവിനെ ഒന്ന് അവതരിപ്പിക്കും. ഞാൻ ആരാണ് എന്ന് പറയും. എന്തിനാണ് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്? അങ്ങനെ എല്ലാ അധ്യായം നമ്മൾ പരിശോധിച്ചാൽ അത് കാണാം. യേശുക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല, ഐ നോ, ഞാൻ അറിയുന്നു എന്നുള്ള കാര്യം എല്ലാ ഈ 7 ദൂതിലുണ്ട്. ഞാൻ അറിയുന്നു. നമുക്ക് നോക്കാം. 2-ാം അധ്യായം 3-ാം വാക്യം ശ്രദ്ധിക്കാൻ. 2-ാം അധ്യായം 3-ാം വാക്യം അതിന്റെ അവസാന ഭാഗം മാത്രം വായിച്ചാൽ ഞാൻ അറിയുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ ഐ നോ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. മലയാളത്തിലാണെങ്കിൽ എന്താണ്? ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. 2:9 നോക്കി. ഞാൻ അറിയുന്നു. 9-ാം വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ തുടങ്ങുന്നത് ഞാൻ എന്നാണ്, അവസാനിക്കുന്നത് അറിയുന്നു എന്നാണ്. 2:12 സോറി 13 കറക്റ്റായിട്ട് 13 ആയിട്ട് നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അടുത്തത് 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, ചാപ്റ്റർ 2 വേഴ്സ് 9. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം ലാസ്റ്റിൽ അറിയുന്നു. നമുക്ക് പിന്നീട് അത് ചിന്തിക്കാം. ഏത് ലേഖനം എടുത്താലും, ഐ മീൻ ഏത് ദൂതെടുത്താലും, സഭയ്ക്കുള്ള ദൂതെടുത്താലും അവിടെ എല്ലാം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ അറിയുന്നു. ഇനി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാം. 2-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കി. യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നു. എന്തിനാണ് ഈ യേശുക്രിസ്തുവിനെ ഇവിടെ എല്ലാ ദൂതിന്റെയും മുമ്പ് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതിന്റെ കാരണം? ആ സഭയ്ക്കുള്ളവർക്ക് യേശുക്രിസ്തുവിനെ അറിയാത്തതുകൊണ്ടാണ്. യേശുക്രിസ്തുവിനെ ആ സഭയ്ക്ക് അറിയില്ല. അതുകൊണ്ടാണോ യേശുക്രിസ്തുവിനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? അല്ല, പിന്നെ എന്തിനാ? അതാണ് അതിന്റെ കാരണം. ഈ വെളിപ്പാട് ആരുടെയാ? യേശുക്രിസ്തുവിന്റെ. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാകുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് ചെയ്യണം? വെളിപ്പെടുത്തണം. എല്ലാ സഭകൾക്കും ആദ്യം ഒന്ന് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു പദമാണ് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ. മാസയോഗത്തിന് ചെന്ന് പാട്ടൊക്കെ പാടി എല്ലാവരും എന്ത് ചെയ്യായിരുന്നു? ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ഒരു പാട്ട് പാടിയപ്പോഴത്തേക്കും
ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയിൽ പറഞ്ഞ സംഭവം ഒന്ന് മാറി. ആരാ? ഞാൻ. ഈ ഞാൻ എന്ന് പറയുന്ന പദം സത്യം പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പദമേ അല്ല. ഈ ഞാൻ എന്ന് പറയുന്നത് ആർക്ക് പകരം ഉപയോഗിക്കുന്നറിയാം? ദൈവത്തിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ഇതിന്റെ എടുക്കണം. ഞാനിപ്പോ പറഞ്ഞു പോകും. ഏറ്റവും ഭയങ്കര പ്രൗഢമായ ഒരു കാര്യം കാണാം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ വരുമ്പോൾ, അടുത്ത വർഷം ഞാൻ വരുമ്പോൾ നീ ഒരു കുഞ്ഞിനെ നീ അണച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും. ആര് വരുമ്പോഴാ? ഞാൻ വരും. ഞാൻ പറഞ്ഞ ആളാണ്. 18-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാം? യഹോവ വെയിൽ ഉറച്ചപ്പോൾ അബ്രഹാമിന്റെ വീട്ടിൽ വന്നു. ആരാ? യഹോവ. ആ യഹോവയാ പറയുന്നത് ഞാനാണ്. ഇനി ശ്രദ്ധിക്കട്ടെ, ഞാൻ വലിയ ചിന്ത നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ സാറ എന്ന് പറയുന്ന സ്ത്രീക്ക് എത്ര വയസ്സ് കാണും? അബ്രഹാമിന് ദൂത് കിട്ടുമ്പോൾ, അബ്രഹാമിനോട് ഈ സന്ദേശം പറയുമ്പോൾ എത്ര വയസ്സ് കാണും? അതുകൊണ്ട് ഇറേസ് ചെയ്തു. ഇസാക്ക് ജനിക്കുമ്പം സാറയുടെ വയസ്സ് എത്ര? 90. ബാക്കിയുള്ളത് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് തന്നെ വായിച്ചു കളഞ്ഞത്. 90 വയസ്സ്. ഈ 90 വയസ്സും അബ്രഹാം എത്ര വയസ്സാണ്? 100 വയസ്സ്. ഇനി റോമാലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 4-ാം അധ്യായത്തിൽ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി സാറയ്ക്ക് ഒരു കാരണവശാലും മക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതിനെ സഭ്യമായ ഭാഷയിൽ റോമാലേഖനകാരൻ പറയാണ് ഗർഭപാത്രത്തിന്റെ നിർജീവത്വം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയെ ഇല്ല. പക്ഷെ അബ്രഹാം എങ്ങനെയാണ് വിശ്വസിക്കുന്നത് വായിക്കുന്നത്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നു പറഞ്ഞാൽ നമുക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പെടണമെന്ന് എനിക്കറിയാം. പിന്നെ ഞങ്ങൾ പാരമ്പര്യ, അത് എനിക്ക് അതിനേക്കാളും വലിയ പാരമ്പര്യമുള്ള ആളാണ്. സംഭവം ശരിയാണ്. പക്ഷെ എന്നാ പ്രശ്നം അറിയാം, നമ്മളെപ്പോഴെല്ലാം ബൗദ്ധികമായ ഒരു കാഴ്ചപ്പാടിലാണ്. നമ്മളെല്ലാം ദൈവത്തെ കാണുന്ന യാന്ത്രികമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ്. പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞ് അവസാനം വേറെ രക്ഷയൊന്നും ഇല്ലാത്തപ്പോൾ അവസാനം എവിടേക്ക് വരും? കർത്താവേ, വേറെ മാർഗമൊന്നും ഇല്ല, ഞങ്ങൾ ഇത്രയേ നോക്കി, ഇനി വേറെ മാർഗമൊന്നുമില്ല. ആസാം പറഞ്ഞ പോലെ എവിടെ ചെന്നത്? ഒടുവിൽ ഞാൻ എവിടേക്ക് ചെന്നു? ദേവാലയത്തിൽ. ഒടുവിൽ ആദ്യമൊന്നും ചെയ്തില്ല, അവസാനം എനിക്ക് രക്ഷയൊന്നും ഇല്ലാതെ വരുമ്പോൾ. അബ്രഹാം അങ്ങനല്ല. അബ്രഹാം വിശ്വസിച്ചത് ആശയ്ക്ക് വിരോധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്നുള്ളത് അബ്രഹാമിന് ശരിക്കറിയാം. പക്ഷെ അബ്രഹാം വിശ്വസിച്ച് അങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയൊരു ദൂതുണ്ട്, ഏറ്റവും വലിയൊരു പവറുണ്ട്. എന്താ അറിയാം? ഞാൻ വരുമ്പോൾ, അല്ലെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിനക്കൊരു മകൻ ജനിക്കുമെന്ന് ദൈവത്തിന്റെ വായിൽ നിന്നുള്ള ശബ്ദം ആ സാറയുടെ ശരീരത്തേക്ക് പ്രവേശിച്ചപ്പോൾ സാറയുടെ ശരീരത്തിന്റെ നാഡീ ഞരമ്പുകളും അവരുടെ ഗർഭപാത്രവും അവരുടെ ശരീരത്തിന്റെ ഓരോ സെൽസും ഒരു കുഞ്ഞിനെ റിസീവ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ശക്തി ആ സാറയുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുകയാണ്. വ്യാപരിച്ചപ്പോൾ തന്നെ അവരുടെ ശരീരത്തെ അത് പ്രിപ്പയർ ചെയ്യുകയാണ്. ആ ശക്തി സാറയുടെ ശരീരത്തിൽ മാത്രമല്ല വ്യാപിച്ചത്, അബ്രഹാമിന്റെ നിർജീവമായ ശരീരത്തിലൂടെ ആ ശക്തി വ്യാപരിച്ചു. ആരുടെ ശക്തിയാണ്? ഞാൻ എന്ന് പറയുന്ന ആ ആളുടെ ശക്തി. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞ സെയിം പവറുള്ള ഒരു കർത്താവ്, ഒരു ദൈവമാണ് പഴയ നിയമത്തിൽ പറയാണ്. ഞാൻ വരുമ്പോൾ നിനക്ക് മകനുണ്ടാകും അടുത്ത വർഷം. ഇതേപോലെ തന്നെയാണ് മോശ ചോദിച്ചു, ദൈവമേ, ഞാൻ അവിടെ ചെന്ന് ഇസ്രായേൽ മക്കളോടൊക്കെ ചോദിക്കും, സെൽമക്കൾ ചോദിക്കും, നിന്റെ ദൈവത്തിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നാണക്കേടാണ് എനിക്ക് പറയാനായിട്ട്. അതുകൊണ്ട് പേരെന്ന് പറയണം. ദൈവം എന്താ പറഞ്ഞു? ഞാനാകുന്നത്. അത് പേരാണോ? നീ ഉത്തരം വേണം. ബൈബിൾ ക്ലാസ് പ്രസംഗമല്ല. അത് പേരാണോ? പേരാ.
അച്ഛൻ പറയുന്നത് പേരാണ്. പേരല്ലേ? അതെ. പേരാണോ? പേരാണോ എന്ന് ചോദിച്ചാൽ പേരല്ല. പേരല്ലേ എന്ന് ചോദിച്ചാൽ പേരാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പറയാത്ത ഒരാളെ പേര് ഇങ്ങനെ നീളത്തിൽ പറയട്ടെ, ഞാനാവുന്നു പേര് പറയാം, പേരാവും. നമുക്ക് തോന്നുമ്പോൾ അത് പേരല്ലെന്നാ തോന്നുന്നത്. പക്ഷെ അത് പേരാണ്. അതൊരവസ്ഥ, അതൊരു പേരാണ്. കാരണം കർത്താവിന് അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ? ഐ ആം ദാറ്റ് ഐ ആം, ഓർ ഐ വിൽ ബി ദാറ്റ് ഐ വിൽ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തില്ല, മാറ്റമില്ല, ഒരു ചേഞ്ച് ഇല്ലാത്ത ഒരാളാണ്. നമുക്കുള്ള ചേഞ്ച് എങ്ങനെയാണ്? വികാരത്താലുള്ള ഗതിഭേദമൊക്കെ വരുന്നവരാണ് നമ്മൾ. മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ട്, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ട് നമ്മൾക്ക്. പക്ഷെ ദൈവത്തിന് അങ്ങനെയുള്ള യാതൊരു വികാര ചേഞ്ചും ഉള്ള ആളല്ല. ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഈ സെയിം ദൈവം തന്നെയാണ് ഇവിടെ പറയാണ് ഞാൻ. പഴയ നിയമത്തിൽ ഞാൻ എന്ന് പറഞ്ഞ അതേ സെയിം ആൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? 2-ാം അധ്യായം 1-ാം വാക്യം എന്താ പറയുന്നത്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ അതേ ഞാൻ, അതേ ഞാൻ. പഴയ നിയമത്തിൽ പറഞ്ഞ അതേ ഞാൻ പുതിയ നിയമത്തിൽ പറയാണ് ഞാൻ. ആ ഞാൻ ആരാണെന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്. ആ ഞാൻ ആരാണ്? 1, 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചു. 2, 7 പൊൻ നിലവുകൾക്കുള്ള നടുവിൽ ഉലാത്തുകയാണ്. എന്താ ഈ 7 നക്ഷത്രം എന്ന് പറയുന്നത്? ഈ 7 നക്ഷത്രം എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടുപേര് വ്യാഖ്യാനിച്ചാൽ മതി. 20-ാം വാക്യം നമ്മൾ ബൈബിൾ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും. 20-ാം വാക്യം വായിച്ച് എന്താണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്? 20 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാണ്. അടുത്തത് 7 നിലവിളക്ക് എന്താ? 7 സഭ. വേറെ ഒരിടത്ത് നമ്മൾ വ്യാഖ്യാനിച്ചു പോകണ്ട, അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ പറയാണ് 7 നക്ഷത്രം കയ്യിൽ പിടിച്ചു. ഈ 7 സഭകൾ ആരുടെ കയ്യിലുണ്ട്? കർത്താവിന്റെ കയ്യിലാണ്. സഭ ആരുടെയാ? കർത്താവിന്റെ. നമ്മളാരുടെയാന്നാ പറയുന്നത്? ചിന്തിച്ചു നോക്കിയേ. കർത്താവിന്റെ സഭയാണ് എന്ന് നമ്മൾ ആത്മാർത്ഥമായി പറയുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു അപകടം ഞാൻ പറയാൻ പോകുന്നത്. കർത്താവിന്റെയാണ് സഭ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ സഭയിൽ നമ്മൾ അപശബ്ദങ്ങൾ എന്ത് ചെയ്യും? പുറപ്പെടുവിക്കും. ഈ സഭയിൽ എന്റെ ശബ്ദം എന്ത് ചെയ്യും? ഉയരും. ഈ സഭയിൽ എന്റെ ഇഷ്ടങ്ങൾ നടത്താൻ ഞാൻ എന്ത് ചെയ്യും? ആഗ്രഹിക്കും. എന്റെ ഇഷ്ടം ഇവിടെ നടന്നാൽ മതി എന്ന് ഞാൻ എന്ത് ചെയ്യും? ശഠിക്കും. സഭയാരുടെയാ? കർത്താവിന്റെ. അപ്പോസ്തലപ്രവൃത്തി 20-28 വായിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവ് സഭയെ കുറിച്ച് പറയാണ്. ആക്ട്സ് 20:28. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം. രക്തത്താൽ സമ്മാനിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയും പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിക്കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. ഒന്നാമത്തെ കാര്യം പറയാം, ഈ സഭ ആരുടെയാ? ചർച്ച് ഈസ് ബിലോങ് ടു ഗോഡ്. ആരുടെയാ ഈ സഭ? ദൈവത്തിന്റെ സഭ. ഇവിടെ പേരെങ്ങനെ പറഞ്ഞേക്കുന്നത്? ദൈവസഭ. അങ്ങനല്ലേ പ്രയോഗം? ദൈവത്തിന്റെ സഭ. സഭ ആരുടെയാ? ദൈവത്തിന്റെയാണ്. രണ്ടാമത്തെ കാര്യം പറയാണ്, ഈ സഭയെ കർത്താവ് എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. കർത്താവിന്റെ രക്തത്താൽ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. എന്ത് വിലയാ കൊടുത്തേ? സ്വന്തം രക്തം. ആർക്ക് വില കൊടുത്തു? പിതാവിനാണോ പിശാചിനാണോ? വില കൊടുത്തത് ആർക്കാണ്? നമ്മൾ ആരുടെ? നമ്മൾ ദൈവത്തിന്റെ സ്വന്തമായിരുന്നു. പിന്നെ ആരുടെ സ്വന്തമായി മാറി? പിശാചിന്റെ സ്വന്തമായി മാറി. അപ്പൊ വില കൊടുക്കേണ്ടത് ആർക്കാ? പിശാചിന്, അല്ലേ? പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. 49-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? 49-ാം സങ്കീർത്തനം 9-ാം വാക്യം എന്താ അവിടെ വായിക്കുന്നത്? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും. അപ്പൊ വീണ്ടെടുപ്പ് ആർക്കാ കൊടുക്കട്ടെ? ദൈവത്തിന്. പിശാചിന് കൊടുത്തു എന്ന് വാദിക്കുന്ന കുറെ ആളുകളുണ്ട്.
അത് ബൈബിൾ പ്രകാരം 100% തെറ്റാണ്. വില കൊടുത്തത് ആർക്കാണ്? ദൈവത്തിനാണ് കൊടുത്തത്. എന്താ കൊടുത്ത വില? സ്വന്തം രക്തം. ഞങ്ങള് പഠിക്കുമ്പോ വടശ്ശേരിക്കര ഒരു സുവിശേഷനുണ്ട്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇപ്പോഴും വടശ്ശേരിക്കര ഒരു സുവിശേഷനാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. വടശ്ശേരിക്കരയോ ആ ഏരിയയിലോ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു അസുഖമുണ്ടായി. ഷാജി തെങ്ങില്, ഞാൻ, ഉപ്പഴി ഷാജി, ഷാജിമോൻ, ഞങ്ങൾ 5 പേരാണ് ബ്ലഡ് കൊടുക്കാൻ പോയത്. ആദ്യത്തെ യാത്രയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ അറിയോ, പഠനത്തിനിടയ്ക്ക് ഇപ്പൊ കിട്ടുന്ന റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര. അതുകൊണ്ട് രക്തം കൊടുക്കാൻ ഞങ്ങൾ ഭയങ്കര മത്സരമാണ്. അപ്പൊ ഞങ്ങൾ 5 പേര് പോയി പത്തനംതിട്ടയിലെ കോട്ടയത്തിലുള്ള സൂപ്പർ ഫാസ്റ്റ് കയറി ഞങ്ങൾ ഒരു യാത്രയാണ്. അപ്പൊ ഭയങ്കര രസമാണ്. അപ്പം അവിടെ ചെന്നപ്പോ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ബ്ലഡ് ബാങ്കിന്റെ താഴെ ഞങ്ങൾ നിൽക്കുകയാണ്. 92-ൽ നടന്ന സംഭവം, 92-ലാണ് സംഭവം. അപ്പൊ താഴെ നിൽക്കുകയാണ്. അപ്പൊ ആ ദേവദാസന്റെ ഭാര്യയ്ക്കാണോ ദേവദാസനാണോ അവർക്ക് ഞങ്ങൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അതിന് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നും അറിയില്ല. അപ്പൊ ആദ്യം ടെസ്റ്റ് ചെയ്യണം, ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം, എന്നിട്ട് പ്രോസ്പാ ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 5 പേര് തരാമെന്ന് പറഞ്ഞു. കാരണം എന്താ അറിയോ, ഈ കൊടുത്തിട്ട് പോയപ്പോ ഓരോ ജ്യൂസ് കിട്ടും. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ ക്ലാസ്സിൽ കയറണ്ട, കാരണം റെസ്റ്റാണ്. കാരണം തിരിച്ചു വരുമ്പോ റെസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മത്സരിച്ചാ പറഞ്ഞു ഞങ്ങൾ തരാം ഓരോരുത്തരും. അപ്പൊ എല്ലാവരും എടുക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുക. ഞങ്ങളെ സങ്കടപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ് ആണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷിച്ചിരിക്കുക. കാരണം ഞങ്ങളുടെ ഒരു സന്തോഷമാണ്, ഞങ്ങളുടെ ബ്ലഡ് എന്ത് ചെയ്യും കൊടുക്കണം. ഒരു സഹോദരി ഒരു 30 വയസ്സ് കാണുമായിരിക്കും. ആ സഹോദരി ഭയങ്കര കരഞ്ഞു വന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതായാലും ബ്ലഡ് കൊടുക്കാൻ വന്നല്ലേ, എന്റെ ഭർത്താവിന് ഒരു 300 മില്ലി ബ്ലഡ് തന്നാൽ മതി, അതും വേണ്ടത് നെഗറ്റീവാണ്, ഓ നെഗറ്റീവ് ബ്ലഡാണ്, ഞങ്ങൾക്കൊന്നും തരാമോ? ഞങ്ങൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ ബ്ലഡ് ഏതാണ്. ഞങ്ങൾ ബ്ലഡ് തരാൻ റെഡിയാണ്, പക്ഷെ ഞങ്ങളുടെ ബ്ലഡ് ഏതാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിവിടെ എന്ത് ചെയ്തിരിക്കും? ഷാജുവാനാണ് ഞങ്ങളുടെ ലീഡർ, ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ഷാജുവിനോട് ഞങ്ങളെല്ലാം പറഞ്ഞു, കൊടുക്കാമെന്ന് പറ, ആ സ്ത്രീയുടെ കരച്ചിൽ കാണുമ്പോൾ നമ്മൾ കൊടുക്കാമെന്ന് പറ. അപ്പൊ ഷാജുവിൻ എന്ന് പറയുന്നത് ഞങ്ങൾ തരാം, പകരം ബ്ലഡ് എടുത്താൽ മതി, ഞങ്ങൾ തരാം. അപ്പോൾ അതിന് ചോദിച്ചാൽ പറഞ്ഞു, സെയിം ബ്ലഡ് തന്നെ ഉള്ളൂ, ഇന്നത്തെ പോലെ ബ്ലഡ് ബാങ്ക് സിസ്റ്റം ഒന്നുള്ള കാലമല്ല, സെയിം ബ്ലഡ് തന്നെ ആയേ പറ്റുള്ളൂ, പകരം ബ്ലഡ് പറ്റില്ല. ആ സഹോദരി ഭയങ്കരമായിട്ട് കരയുന്നത് ഇന്നും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല, വേദന മാറിയിട്ടില്ല. നമ്മൾ തിരിച്ചു ചോദിക്കേ, എ പോസിറ്റീവ് ആണ് എ പോസിറ്റീവ് പറ്റുള്ളൂ, ബി പോസിറ്റീവ് ആണ് ബി പോസിറ്റീവ് പറ്റുള്ളൂ, ഓ നെഗറ്റീവ് ആണ് ഓ നെഗറ്റീവ് മനുഷ്യന്റെ രക്തത്തിന് പറ്റുള്ളൂ. യേശുവിന്റെ രക്തം ഏത് ബ്ലഡ് ഗ്രൂപ്പായിരുന്നു? ഏത് രോഗിക്കും, ഏത് പാപിക്കും, ഏത് തെറ്റ് ചെയ്തവരും യേശുവിന്റെ ബ്ലഡിനകത്ത് എത്തില്ലായിരുന്നു. ഒരു വ്യത്യാസമില്ല. എന്ത് വിലയാ കൊടുത്ത്? നമ്മൾ ഒരു ദിവസം ചെയ്ത പാപം മാത്രം ഒന്ന് പേപ്പറിൽ A4 സൈസ് പേപ്പറിൽ കുറിച്ചിട്ടാലോ A4 സൈസ് തീരുമോ? ഓ, ഞങ്ങൾ അങ്ങനെ വലിയ പാപം ഒന്നും ചെയ്തില്ല, പോട്ടെ, ചിന്തിച്ചാലോ? A4 സൈസിൽ എഴുതി തീർത്താൽ തീരുമോ ഒരു ദിവസത്തെ പാപം? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരാളുടെ പാപം 60 വയസ്സ് വരെയുള്ള എഴുതി തീർത്താലോ? നമ്മൾ ഒരാൾക്ക് വേണ്ടിയല്ല, ഇതുവരെ ഈ ഭൂമിയിൽ ജനിച്ച മരിച്ചുള്ള ആളുകൾക്ക് വേണ്ടി, ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, ഇനി ജനിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി മുഴുവനും യേശുവിന്റെ രക്തം മതിയായതായിരുന്നു. യേശു തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയാണ് ആര്? കർത്താവ് സഭ. അതിനാറുണ്ട് ബഹുവചനം വേണ്ട. ഇനി നമുക്ക് ഏകജാതി പോകാം. ഞാൻ ആരാണ്? ഈ സമ്പാദ്യമാണ് ആര്? ഞാൻ. അതാണ് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നത്. അടുത്ത നമ്മൾ വായിക്കുന്നത് സമ്പാദ്യമാണ് വായിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ചർച്ച് ഈസ് ഗോഡ്സ് ട്രഷർ എന്നാണ്. സമ്പാദ്യമാണ്. നമ്മുടെ ബാങ്കിൽ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യും? നിക്ഷേപിച്ചിട്ടുണ്ട് സമ്പാദ്യം. എപ്പോ തിരിച്ചു കിട്ടും? ഇൻഷുറൻസ് ആയിട്ട് എന്ന് പറയും 50 വയസ്സാകുമ്പോൾ, ഇപ്പൊ നിക്ഷേപിച്ചാൽ 50 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു കിട്ടും. 50 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഉറപ്പല്ലോ. നമ്മൾ 50 കഴിഞ്ഞവരെ പലരും 80 വരെ ജീവിച്ചിരിക്കുന്നവരുടെ ഉറപ്പുണ്ട്, 60 ജീവിക്കുന്ന ഉറപ്പുണ്ട്, നാളെ നേരം കാണുന്ന ഉറപ്പുണ്ട്. ഇത് മസ്ലി പിടിച്ചിരിക്കുന്നു, നാളെ കാണുന്ന ഉറപ്പുണ്ട്. ഇവിടെ നേരത്തേക്കൊക്കെ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പോ നമ്മളൊരു ട്രഷറാണ് പറയുന്നത്, നമ്മളൊരു സമ്പാദ്യമാണ് കർത്താവ്. കർത്താവിന്റെ രക്തത്താൽ നമ്മളെ എന്ത് ചെയ്തു? സമ്പാദിച്ചു. എന്താ നമ്മുടെ സമ്പാദ്യം? നമ്മളാണ് സമ്പാദ്യം. നാലാമത് പറയുന്നത്, നമ്മളെ എന്ത് ചെയ്തു?
ദൈവം അധ്യക്ഷനാക്കി വെച്ച കുറെ ആളുകളുടെ കൂട്ടമാണ് നമ്മൾ തമ്മിൽ. നമുക്ക് മീതെ ചിലരെന്തുണ്ട്, അധ്യക്ഷനാക്കി വെച്ചിട്ടുണ്ട്. അവരാണ് നമ്മുടെ കസ്റ്റോഡിയൻസ്. അവരാ കണക്ക് പറയേണ്ടത്, നമ്മളല്ല കണക്ക് പറയേണ്ടത്. പിന്നെ ആരാ അധ്യക്ഷനാക്കി വെച്ചവരാ കണക്ക് പറയേണ്ടത്? നമ്മൾ ഭയങ്കര സ്വാതന്ത്ര്യക്കാരൻ. ഞാൻ സ്വാതന്ത്ര്യക്കാരനല്ല, ഞാൻ കണക്ക് പറയേണ്ടതാ. കാരണം ഒരു ജനതതി എന്റെ കയ്യിലുണ്ട്, ഞാൻ അവരെ പരിപാലിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. എന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച കുറെ ഇടയന്മാരുണ്ട്, കുറെ ജീവികളുണ്ട്, ഗണമുണ്ട്. അവരുടെ കണക്ക് പറയേണ്ടത് ഞാനാണ്. എന്താണ് എബ്രായലേഖനം 13:17 വായിക്കുന്നത്? വായിച്ചേ. ഹീബ്രൂസ് 13:7 വായിച്ചേ. സോറി 13:17 13:17 എബ്രായർ 13:17. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. എൽഡേഴ്സും ദൈവദാസന്മാരെ എന്തിരിക്കാൻ അറിയാം? നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുക. അവര് മുട്ടുമടക്കി ദൈവത്തെ പ്രാർത്ഥിക്കുക. കാരണം എന്നാ? കണക്ക് കൊടുക്കണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇരുന്ന് മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവരെന്ത് ചെയ്യണ്ട? കണക്ക് കൊടുക്കണം. അടുത്ത പ്രാവശ്യം കണക്ക് കൊടുക്കേണ്ടവരാകിയാൽ അടുത്ത പദം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ? അവർ ആ ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാകരുത്? ഞരങ്ങിക്കൊണ്ടാകരുത്. അല്ല ഞാൻ നിങ്ങൾക്ക് നന്നാണ് എന്ന് പറഞ്ഞാൽ എൽഡേഴ്സിന്റെ വാക്ക്, ദൈവദാസന്മാരുടെ വാക്ക് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവരുള്ളിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് ഞരങ്ങിയാൽ മതി. അത് നിങ്ങൾക്ക് എന്താ? പിടിപ്പതാണെന്ന് ചുരുക്കം. കാരണം അവർ കണക്ക് കൊടുക്കേണ്ടവരാ. ഈ ദൈവസഭയെ അധ്യക്ഷനാക്കി വെച്ചിരിക്കുകയാണ്. 28-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവസാനം ചർച്ച എന്താണ്? ചർച്ച ഇടയന്മാരാൽ നടത്തപ്പെടേണ്ടത്, എൽഡേഴ്സിനാൽ നടത്തപ്പെടേണ്ടത്. അതാണ് കർത്താവിന്റെ കയ്യിലിരിക്കുന്നത്. ഓരോ സഭയും കർത്താവിന്റെ കൈകളിലാണ്. ഇനി കർത്താവ് നടക്കുന്നത് എവിടെ? 2-ാം വാക്യം എവിടെ നടക്കുന്നത്? 7 സഭകളുടെ നടുവിലൂടെ കർത്താവ് എന്ത് ചെയ്യുക? നടക്കുക. ഈയിടെ ഞാൻ ഒരു സ്ഥലത്ത് പോയി. ഞാൻ വിമർശിക്കാൻ വേണ്ടി പറയുന്നതാണ്, നിങ്ങൾ വിചാരിക്കരുത്, സങ്കടം കൊണ്ട് പറയുന്നത്. അവിടെ ചെന്നപ്പോ ടൗൺ അസംബ്ലി, അവിടെ ചെന്നപ്പോൾ ഏറ്റവും പുറകിൽ എന്റെ ഒരു ശിഷ്യനെയും കൊണ്ടാണ് ഞാൻ പോയത്. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ശിഷ്യനെയും കൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അവിടെ നടത്തി ഏറ്റവും ബാക്കിൽ ഇരിക്കണം. എന്നിട്ട് അവിടുത്തെ യൂത്ത്സിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഫസ്റ്റ് മെസ്സേജ്, ഐ മീൻ ചർച്ചിന്റെ മെസ്സേജ് കഴിഞ്ഞു. സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ചർച്ചിന്റെ മെയിൻ മെസ്സേജ് കഴിഞ്ഞിട്ട് എനിക്കൊരു സെക്കൻഡ് മെസ്സേജ് ഉണ്ട്. അത് യൂത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുള്ള മെസ്സേജ്. ബാക്കിയുള്ള പ്രായമുള്ളവർ പോകും. യൂത്ത് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ അവിടെ ഇരിക്കും. ഞാൻ അവരെ മാത്രം അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഡിസൈപ്പിളിനോട് ചോദിച്ചു, എങ്ങനെയായിരുന്നു അവിടുത്തെ യൂസ് ചെയ്യുന്നത്? ഞങ്ങളെ ആമസോണിൽ ഓർഡർ ചെയ്തവന്മാരോട് സങ്കടത്തോടെ പറഞ്ഞു, വിഷമത്തോടെ ഞാൻ പറഞ്ഞു. സൺഡേ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ആമസോണിൽ ഓർഡർ ചെയ്യുകയാണ് സാധനം. ചാറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. നിമിഷങ്ങൾക്കുള്ളിൽ ഈ ചാറ്റിംഗ് മെസ്സേജ് വരിക. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് എന്റെ ആ ഡിസൈബിളിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്. എന്നിട്ട് ഈ ചെറുപ്പക്കാരോട് എനിക്ക് എന്ത് ചെയ്യണം? സംസാരിക്കണം. കർത്താവ് നമ്മുടെ നടുവിലൂടെ എന്ത് ചെയ്യുക? ഉലാവുക. കർത്താവ് നമ്മുടെ നടുവിലൂടെ നടവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പൾ നിങ്ങളുടെ കോളേജിലൂടെ വരികയാണെങ്കിലുള്ള അവസ്ഥ എങ്ങനെ ഇരിക്കുന്നത്? ഹെഡ് മാസ്റ്റർ സ്കൂളിലൂടെ വരുമ്പോൾ ഒരു വടി ഉണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ അടിക്കാൻ പഠിച്ചെടുത്ത കഴിച്ചിട്ട് വായിച്ചില്ലേ? ഹൈക്കോടതിയിൽ കേസ് വന്നു. ഒരു കൊച്ചിയിലൊരു കുട്ടിയെ അടിച്ചതിന്റെ പേരിൽ ഹൈക്കോടതിയിൽ എന്ത് ചെയ്തു? കേസ് വന്നു. ആ കേസ് ഹൈക്കോടതി എന്ത് ചെയ്തു? തള്ളി. വായിച്ചില്ലേ? ഹൈക്കോടതി കേസ് തള്ളി. ഹൈക്കോടതി നിരീക്ഷണം ഭയങ്കര ഇമ്പോർട്ടന്റ്. ഹൈക്കോടതി പറഞ്ഞു ഗുരുശിഷ്യ ബന്ധത്തിനകത്ത് ശിക്ഷ ഉണ്ടാകും, അടിയുണ്ടാകും, അതിനകത്ത് പേരൻസ് ഇടപെടേണ്ട എന്ന ഹൈക്കോടതി എന്ത് ചെയ്തു? ഒരു വിധി, ഏറ്റവും ചലഞ്ചിങ് ആയ വിധി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നൽകി. ഞാൻ ഈ കുട്ടികളുടെ യൂത്തിനുടെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വിധികളൊക്കെ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും. അത് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യും. അപ്പൊ അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു വിധി വന്നു. ഇപ്പോഴത്തെ പിള്ളേരെ അടിക്കാൻ പറ്റത്തില്ല. ചർച്ചിൽ തന്നെ ഇരിക്കുമ്പോ തന്നെ എന്ത് ഉദാസീനതയോടാണ് ഇരിക്കുന്നത്.
ചിലർ ചർച്ച വന്നിരിക്കുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രം. വീട്ടിൽ നിന്ന് അവർ ഉറക്കം വരുന്നില്ല. ഞാൻ പറയുന്നത് ഉറങ്ങിയുള്ളൂ. കാരണം നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രബോധങ്ങൾ ഉണ്ടെന്നുള്ള വാക്യം ഒരു അന്വർത്ഥമാക്കുകയാണ്. കാരണം ഇവിടെ വന്ന് സുഖമായി ഉറങ്ങണം. ചിലപ്പോ കൂർക്കം വലിക്കുന്നത് ഉണ്ടാകാം. ഒരു സമയത്ത് കർത്തൃമേശയുടെ സമയത്ത് പാനപാത്രം പോയപ്പോൾ അമ്മച്ചനെന്ത് ചെയ്തു? ഓഫറിക്ക് അല്ല നിൽക്കുന്നു. നമ്മുടെ സമയം പറയുന്നത് ചുമ്മാ ലോകം പറയുന്നതല്ല. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കി, നമ്മൾ ദൈവസഭയിൽ ഇരിക്കുന്നതിന്റെ ഗൗരവം, അതിന്റെ ആ ഫിയർനെസ്. നമ്മൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ മാത്രം നോക്കിയാൽ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, എല്ലാ ചെറുപ്പക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നത്. വളരെ നല്ല ദൈവകാര്യം ജീവിക്കുന്ന വളരെ നല്ല മിടുക്കരായ ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ കർത്താവ് ഈ സഭയുടെ നടുവിലൂടെ ഉലാത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? എത്ര ജാഗ്രതയോടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? എത്ര ബോധത്തോടുകൂടിയാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? അത് മറക്കുക എന്ന് പറയുന്നത് പ്രശ്നമുള്ള കാര്യമാണ്. കർത്താവ് എഫെസോസ് സഭയോട് പറയാണ്, ഞാൻ എന്ത് ചെയ്യുക? സഭയുടെ നടുവിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഉലാത്തുകയാണ്, ഞാൻ നടന്നു പോവുകയാണ്. അപ്പൊ കർത്താവ് നമ്മളെ വീക്ഷിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ചർച്ചയിൽ പറഞ്ഞത് 2 താരതമ്യമാണ്, 2 കമ്പാരിസൺ. ഒന്ന് നമ്മുടെ ഈ ലോകത്തിലുള്ള എർത്തിലെ ലൈഫ്, 2 സ്വർഗത്തിലെ ലൈഫ്. ഞാനത് താരതമ്യപ്പെടുത്തിട്ട് ഞാനൊരു ചോദ്യമാണ് ചോദിച്ചത്. നമ്മൾ ഈ ലോകത്തിൽ എത്ര വർഷം ജീവിക്കും? ഞങ്ങളുടെ ചർച്ചയിലുള്ള ഏറ്റവും പ്രായം കൂടിയ ആൾ എന്ന് പറയുന്നത് 83 വയസ്സുള്ള ഒരു അച്ഛനാണ്. ഇപ്പൊ ചർച്ച വരുന്നില്ല, കാരണം ഇരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അദ്ദേഹം ചർച്ച വരുന്നില്ല. അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് ഞങ്ങൾ കാണും. 83 വയസ്സുള്ള ഒരാളാണ്. ഏറ്റവും സീനിയർ ആയപ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നതിൽ ഏറ്റവും സീനിയർ ആയ ആൾ 71 വയസ്സുള്ള ഒരാളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ 4 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ ചോദ്യം ഇതാണ്, നമ്മൾ എത്ര വർഷം ഈ ലോകത്ത് ജീവിക്കും എന്നറിയാമോ? കാരണം ജനിച്ചു വീണ കുഞ്ഞും മരിക്കാൻ ഭാഗമായിട്ടാണ് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞും മരിക്കാൻ ഭാഗമായിട്ടാണ് ഭൂമിയിലേക്ക് ജനിക്കുന്നത്. നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ നിത്യതയിൽ വസിക്കും. എത്ര നാൾ വസിക്കും? എത്ര നാൾ വസിക്കും? നിത്യത. ഒരു ബൈബിൾ കോളേജിലെ ടീച്ചറിന്റെ ക്ലാസ് എടുത്തപ്പോൾ സ്റ്റുഡന്റ് ചോദിച്ചു, വാട്ട് ഈസ് ഇറ്റേണിറ്റി? എന്താണ് നിത്യത എന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു, ഇറ്റേണിറ്റി മീൻസ് എ ബിഗ് സീറോ. നിത്യത എന്ന് പറയുന്നത് ഒരു ബിഗ് സീറോ ആണെന്ന് പറഞ്ഞു. ആളുകളെല്ലാം ചിരിച്ചു. ഇറ്റേണിറ്റി മീൻസ് എ ബിഗ് സീറോ. അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു, സീറോ ഹാസ് നോ ബിഗിനിങ് ആൻഡ് നോ എൻഡ്. പൂജ്യത്തിനെത്തില്ല, ആരംഭവുമില്ല, അവസാനവുമില്ല. അതാണ് നിത്യത. നമ്മൾ അവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ ജീവിതത്തിൽ നമ്മളെ ആളുകൾ അവഗണിച്ചാലും പ്രശ്നമൊന്നുമില്ല, നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഈ ലോകത്ത് നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല കണക്ക്, വരാനുള്ള ലോകത്തിൽ നമ്മൾ എത്ര കാലം ജീവിക്കും എന്നുള്ളതാണ് കണക്ക്. നമ്മുടെ ലൈഫിനെ ഞാൻ 3ആയിട്ടൊന്ന് താരതമ്യപ്പെടുത്താൻ പോകുന്നു. ഒന്നാമത്തെ ലൈഫ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക. ഇതാണ് കറക്റ്റ് കണക്ക്. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക അവിടെ കിടന്നു. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു? പുറത്തു വന്നു. പുറത്തു വരുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഈ പുറത്തേക്ക് വരാനുള്ള എല്ലാ പവറും പൊക്കിൽ കൊടി ബന്ധത്തിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന എപ്പോഴാണെന്നറിയോ? ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സ്ട്രെങ്തും അമ്മയുടെ ഉദരത്തിൽ വെച്ച് എന്ത് ചെയ്യും? ഓരോ കുട്ടിക്കും കിട്ടി. അതിന്റെ വേരിയേഷൻ ആണ് നമ്മൾ ജനിക്കുമ്പോൾ ഉള്ള പ്രശ്നം. ചിലർക്ക് ആരോഗ്യമില്ല, അത് ആയിത്തീരുന്നു. കാരണം തന്നെ വയറ്റിൽ കിടന്നപ്പോൾ പ്രോപ്പറായിട്ട് ആഹാരം എന്ത് ചെയ്തില്ല, കിട്ടിയില്ല, ഓക്സിജൻ കിട്ടിയില്ല, അങ്ങനെ മിനറൽസ് കിട്ടിയില്ല. അതിന് ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ എത്ര വർഷം ജീവിക്കും? പക്ഷെ വരാനുള്ള ലോകത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നമ്മൾ എത്ര വർഷം ജീവിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ അവിടെ ജീവിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കേണ്ടതിനുള്ള ആവശ്യമുള്ള മുഴുവൻ സ്രോതസ്സും നമ്മൾ സമ്പാദിക്കേണ്ടത് എവിടെ വെച്ചാൽ ഈ ഭൂമിയിൽ. ദൈവം ഏറ്റവും വലിയൊരു പാറ്റേൺ നമുക്ക് തന്നിരിക്കും. അതിനാണ് നമ്മളെ സഭയായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല,
നമ്മൾ എവിടെ ജനിക്കണം തീരുമാനിച്ചത് നമ്മളാണ്. ഏത് മാതാപിതാക്കളെ ജനിക്കണം തീരുമാനിച്ചത് നമ്മളാണ്. ഏത് ജാതി ജനിക്കണം തീരുമാനിച്ചത് നമ്മളാണ്. നമ്മുടെ മുഖത്തിന്റെ കളർ എന്തായിരിക്കണം, പല്ലിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, മൂക്കിന്റെ കളറ്, ചെവിയുടെ കളറ്, കണ്ണിന്റെ കളറ്, ഇതിനകത്ത് നമുക്കൊരു ഓപ്ഷൻ പോലും ഇല്ല. ഉണ്ടായിരുന്നു? ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാല് UK വല്ലതും ജനിച്ചാൽ മതിയായിരുന്നു, US വല്ലതും ജനിച്ചാൽ മതിയായിരുന്നു, ഈ ദരിദ്ര നാരായണന്മാരുടെ നാട്ടിൽ ജനിക്കാൻ എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞേനെ. പക്ഷെ ഇതെല്ലാം ദൈവം ഒരു കറക്റ്റ് ഡിസൈൻ നൽകി ദൈവം നമ്മെ ഈ ഭൂമി നൽകി. അതുകൊണ്ട് ദൈവസഭയെ നമ്മളെ ആക്കി. അതുകൊണ്ട് ദൈവസഭയുടെ നടുവിലൂടെ കർത്താവ് ഉലാത്തുമ്പോൾ നമ്മൾ എത്ര ഗൗരവത്തോടെ, എത്ര ഭയത്തോടെ, എത്ര വിറയലോടെ നമ്മൾ ഈ ഭൂമിയിലിരിക്കണം. TK ശമൻ സാർ പാടിയത് ആദരിച്ചവരും അനാദരിച്ചവരും ആരെന്ന് വെളിപ്പെടും ആ ദിനത്തിൽ എന്നാണ്. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്ന ഞാനും ആദരിച്ചോ എന്ന് വെളിപ്പെടുന്ന ഒരു ദിവസം അവിടെ ഇപ്പൊ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ല, നമ്മളെല്ലാവരെയും അവിടെ പോകും. നമ്മൾ ദൈവസന്നിധിക്കുന്ന എത്ര ഭയത്തോടെ ആയിരിക്കണം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. 2-ാം വാക്യം. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയ 7 കാര്യങ്ങൾ അവിടെ പറയാം. 7 കാര്യങ്ങൾ. ഞാനത് ഒന്ന് അക്കമിട്ട് പറയാം, എന്നിട്ട് നാളെ നമുക്കത് വിശദീകരിക്കാം. 1-ാമത്തെ കാര്യം, നിന്റെ പ്രവൃത്തി അറിയുന്നു. 2, പ്രയത്നം അറിയുന്നു. 3, സഹിഷ്ണുത അറിയുന്നു. 4, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞത്, അതായത് സഹിച്ചുകൂടാഞ്ഞത് നീ പരീക്ഷിച്ചത് അറിയുന്നു. കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാഞ്ഞത് നീ അറിയുന്നു. 5, നിന്റെ പരീക്ഷ അറിയുന്നു. 6-ാമത്തെ കാര്യം, 3-ാം വാക്യം, നിന്റെ സഹിഷ്ണുത അറിയുന്നു. 7-ാമത്തെ കാര്യം, നീ സഹിച്ചത് അറിയുന്നു. 8-ാമത്തെ കാര്യം, തളർന്നു പോകാത്തത് അറിയുന്നു. എത്ര കാര്യമുണ്ട്? 8 കാര്യം. ഈ 8 കാര്യത്തിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. 1-ാമത്തെ കാര്യം എന്താണ്? നിന്റെ പ്രവൃത്തി, പ്രയത്നം. എന്താ ഈ പ്രവൃത്തിയും പ്രയത്നം തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ പ്രവൃത്തി ദൈവം അറിയുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. 2-ാമത്തെ പ്രയോഗം എന്താ? പ്രയത്നം. എന്താണ് ഈ പ്രവൃത്തിയും പ്രയത്നവും തമ്മിലുള്ള വ്യത്യാസം? ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ യുവർ വർക്ക് ആൻഡ് ദ ടോയിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടോയിൽ, ടോയിലിനകത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ്, ടോയിൽ, അത് വേർഡ് മീനിങ് ആണ്. അതിന്റെ എറ്റിമോളജി പറയുന്നത് ടോയ്ലറ്റ്, ടോയിൽ. അല്ലെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ പ്രവൃത്തി അറിയുന്നു. മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തി നമുക്ക് നല്ലോണം അറിയാമോ? അറിയാം അല്ലെ? അറിയത്തില്ലേ? നിങ്ങളുടെ മമ്മിമാരെങ്കിലും കഷ്ടപ്പെടുന്ന അറിയാമോ? എന്ത് കഷ്ടം! നിങ്ങളുടെ വീഡിയോ വൈറലായി, നിങ്ങൾ കണ്ടു കാണാം. ഒരമ്മ പറയാണ്, സോറി, ഒരു കുഞ്ഞു അമ്മയോട് പറയാണ്. അമ്മ പറയാണ് ആദ്യം, ഞാൻ നിന്നെ 9 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചത് നിനക്ക് അറിയത്തില്ലേ? അവനെ കൊച്ചു പറയാം, 9 മാസം അമ്മ നൊന്തെന്നു, ഞാൻ ആ ഇരുട്ടിനകത്ത് കിടന്നു. 9 മാസം ഞാൻ എന്ത് ചെയ്യായിരുന്നു? ആ ഇരുട്ടിനകത്ത് കിടക്കായിരുന്നു. ഒരാൾ പോലും എനിക്ക് വെളിച്ചം തരാൻ ഇല്ലായിരുന്നു. എന്ത് ബുദ്ധിമുട്ടിലാണ് ഞാൻ അതിനകത്ത് കിടന്നറിയോ? വെട്ടമില്ല, വെളിച്ചമില്ല, പ്രകാശമില്ല, ഒന്നുമില്ല. കുറെ ലിസ്റ്റ കൊച്ചി പറയുന്നുണ്ട്. അതിനകത്ത് സ്ക്രിപ്റ്റ് എഴുതിയ ആളെന്ന് എഴുതിയിരിക്കുകയാണ്. ചിന്താഗതി പോലും നോക്കണം. ഞാൻ പറയാൻ വന്നത് നമ്മുടെ പ്രവർത്തികൾ, അമ്മമാർ എന്താ ചെയ്തതെന്ന് പിള്ളേർ ചോദിക്കുന്ന ഒരു കാലമാണ്. എന്നോ അമ്മ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വലുതായത്. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ പക്ഷെ മറ്റുള്ളവർ കാണും. പക്ഷെ പ്രയത്നങ്ങളോ? ഞാനിപ്പം ഇന്ന് വരികയാണ്, ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. ഇതിപ്പോ ഉണ്ണിച്ചാന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ പ്രവർത്തനം ഞാൻ കണ്ടു. റൂമെല്ലാം നല്ല ഡീസന്റ് ആയിട്ട് 2 കട്ടിലും വിരിച്ചു, 2 തലയണ വെച്ചു, ബാത്റൂം ശരിയായി, കിടക്കാനുള്ള ഗിരി ശരിയായി, തലയണ കവറിട്ടു, ഫാൻ ക്ലിയർ ആയി, എല്ലാം. ഞാൻ വർക്ക് കണ്ടു. പക്ഷെ ഞാൻ പ്രയത്നം കണ്ടോ? പ്രയത്നം ഞാൻ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അതിന്റെ പിമ്പിൽ അനുഭവിച്ച വേദനകൾ ഒരാൾ പോലും ചെയ്തില്ല.
കണ്ടില്ല. കർത്താവ് പറയാണ്, നിന്റെ പ്രവൃത്തി മാത്രമല്ല നിന്റെ പ്രയത്നം. അത് ആരും കാണാത്തതായിരിക്കാം, ആരും ശ്രദ്ധിക്കാത്തതായിരിക്കാം, അതിന്റെ പിൻപിലുള്ള അധ്വാനം ആരും ഒരുപക്ഷെ കണ്ടില്ലെന്ന് വരാം. അത് മുഴുവൻ ആരും കാണുന്നുണ്ട്? നമ്മുടെ കർത്താവ് കാണും. നമ്മളെന്താ പറയുന്നത്? എന്റെ വിഷമം കാണാൻ ആരും ഇല്ല, ഞാൻ സങ്കടപ്പെടുന്നത് കാണാൻ ആരുമില്ല, എന്റെ ദുഃഖം കാണാൻ ആരുമില്ല, ഞാൻ അനുഭവിക്കുന്ന വിഷമം കാണാൻ ആരുമില്ല എന്നാണ് നമ്മൾ പരിഭവം പറയുന്നത്. പക്ഷെ അത് മുഴുവൻ കാണുന്ന ഒരു ദൈവം ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ യഥാർത്ഥ പിക്ചർ സ്വർഗത്തിലെ ദൈവം എല്ലാം കാണുന്നുണ്ടെന്നുള്ളതിന് എന്തെങ്കിലും ഉദാഹരണമുണ്ട്? ഞാനൊരു നല്ലൊരു ഉദാഹരണം പറയാൻ പോകും, ബൈബിളിലെ ഉദാഹരണം. അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് വന്നു. എത്ര പേരാണ്? 3 പേര്. ലോകത്തിന്റെ വീട്ടിലോ 2 പേര് വന്നു. ഈ അബ്രഹാമിന്റെ വീട്ടിൽ 3 പേര് വന്നപ്പോ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ വായിക്കുന്നു, അബ്രഹാം നിലം വരെ കുനിഞ്ഞു. അതിന് മുമ്പ് ഒരു പ്രയോഗമുണ്ട്, അബ്രഹാം തലപൊക്കി. തലപൊക്കി നോക്കി. ഈ ബൈബിളിലെ ഓരോ വാക്യം ഭയങ്കര അർത്ഥങ്ങളാണ്. ഈ തലപൊക്കി നോക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കാണാൻ വേണ്ടി നോക്കി. ഇപ്പൊ നമ്മുടെ ക്ലൈമറ്റ്, നമ്മുടെ സാഹചര്യമായിട്ട് ഞാൻ പറയും, അമ്മച്ചി അവിടെ ഇരിക്കുകയാണ്. അമ്മച്ചി നിൽക്കുമ്പം ഒരു പത്രം കണ്ടു. പറഞ്ഞാൽ മതി, എന്റെ കുഞ്ഞ് ഞാൻ കണ്ണാടി വെച്ചിട്ട് ഞാൻ നോക്കട്ടെ. അമ്മച്ചി കണ്ണാടി വെച്ചിട്ട് സ്റ്റൈലായിട്ട് എന്ത് ചെയ്യും? ഓ, പിണറായി സർക്കാർ. അപ്പൊ അമ്മച്ചി എന്ത് ചെയ്യുക? തലപൊക്കി നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണാടിക്ക് വെച്ച്. ഇതുവരെ ഞാൻ സംഭവമില്ല, ഇപ്പൊ കണ്ണാടി അങ്ങോട്ട് വെക്കുമ്പോ എനിക്ക് ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാണാം. അതേ അർത്ഥമാണ് തലപൊക്കി നോക്കുക എന്ന് പറഞ്ഞാൽ. അത് വരുന്നത് കണ്ടപ്പോൾ വളരെ ജാഗ്രതയോടെ നോക്കുക. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 18, 13, 17 അധ്യായങ്ങൾ നോക്കിയാൽ 3 പ്രാവശ്യം അബ്രഹാം തലപൊക്കി നോക്കി. അടുത്ത പദം തലപൊക്കി നോക്കി, നിലം വരെ കുനിഞ്ഞു. നിലം വരെ കുനിഞ്ഞു. അവിടുത്തെ ആദ്യത്തെ മര്യാദ ഏതായിരുന്നു? നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ ഒരാളെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ച് 2 ഗവൺമെന്റ് എടുക്കും, മൂടും. തൃശ്ശൂരിനോട് എന്താണ് ചെയ്തത്? തൃശ്ശൂരുകാരെ നമ്മൾ കെട്ടിപ്പിടിക്കാൻ ചെന്ന കെട്ടിപ്പിടുത്തില്ല. എത്ര പഴയ ബന്ധമാണെങ്കിലും ഭയങ്കര ആത്മാർത്ഥമാണെങ്കിലും ഇങ്ങനെ മാറി നിൽക്കും. കാരണം നീ അവരെങ്ങോട്ട് എന്നെ കെട്ടിപ്പിടിച്ചല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ വരും. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യും? കെട്ടി ഒന്ന് ഹഗ് ചെയ്തിട്ട് ഒരു ചുമ്മിനെ കൊടുക്കും. അത് ഈ നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ മാത്രമേ ഉള്ളൂ. ഗൾഫിലൊക്കെ പോകുന്ന പറഞ്ഞാൽ അത് ഇവിടുന്ന് പോയവരുടെ ഇതാണ്. നിലം വരെ കുനിയാൻ ഹമറാമിൻ നിയമമാണ് അവിടുത്തെ അബ്രഹാമിന്റെ സമയത്ത്. ആ നിയമത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ് നിലം വരെ കുനിയും. പിന്നെ എന്ത് ചെയ്തു? അവിടെ വെള്ളം കൊണ്ടുവന്ന് കാലുകൾ എന്ത് ചെയ്യുക? കഴുകുക. ഇതിന് കാലുകൾ കഴുകുന്നത് ഇന്നാണ് ചെരുപ്പ്. അന്ന് ചെരുപ്പുണ്ടോ? ഇല്ല. ചെരുപ്പുള്ളവർ തന്നെ വലിയ ധനനാട്യന്മാരാ. ചെരുപ്പില്ല, നടന്നു വന്നിരിക്കുകയാണ്. കാലം മുഴുവൻ എന്താണ്? ചെളിയുണ്ട്, അഴുക്കുണ്ട്. അത് കഴുകാൻ വേണ്ടി, കഴുകി പെരക്കകത്തേക്ക് കയറാൻ വേണ്ടി. ഇനി അബ്രഹാമിന് പെരയുണ്ടോ? കൂടാരമാവില്ല. അബ്രഹാമിന്റെ ഡൈനിങ് ടേബിൾ ഇവിടെ മരത്തണലാണ് ഡൈനിങ് ടേബിൾ. അവിടെ ഇരുത്തിയത്. ഇതിന്റെ പിമ്പിലുള്ള വിഷമങ്ങളോ വേദനകളോ ആരെങ്കിലും കണ്ടോ? ഈ അബ്രഹാമും സാറയും ആ ബാല്യക്കാരന് ചേർന്ന് ഒരു കാളയെ പിടിച്ചു, ബാല്യക്കാരന്റെ കൈ കൊടുത്തു. ക്ഷണത്തിൽ, അവനെ അബദ്ധം പറഞ്ഞിരിക്കുന്നത്, ക്ഷണത്തിൽ അപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. അത് ക്ഷണത്തിൽ അപ്പം ഉണ്ടാക്കി. ഈ കാളയെ പെട്ടെന്ന് അറുത്ത് നല്ല മാംസമൊക്കെ കൊടുത്ത് നല്ല ആഹാരമൊക്കെ എടുത്ത് അതെല്ലാം വായിക്കുന്ന ക്ഷണത്തിൽ, അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ്. എത്ര വേണം? ഒരു ഇറച്ചി വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും വേണ്ടേ? ഏറ്റവും കുറഞ്ഞത്. ഈ കാള ശരിയാകണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണ്ടേ? പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്ന ക്ഷണത്തിൽ ഈ ടോയിൽ, ഈ പുറകിലുള്ള കഷ്ടപ്പാടുകൾ, ഈ വിഷമങ്ങൾ ആരെങ്കിലും കണ്ടോ? വന്ന ദൂതന്മാർ ആരെങ്കിലും കണ്ടോ? പ്രത്യക്ഷത്തിൽ അവർ കണ്ടോ? പ്രത്യക്ഷത്തിൽ കണ്ടില്ല. പക്ഷേ ദൈവം അത് കണ്ടു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? 40 വർഷം ഇസ്രയേലിൽ മരുഭൂമിയിലൂടെ നടന്നപ്പോൾ ദൈവം തമ്പുരാൻ ഈ അബ്രഹാമിന്റെ ഈ ടോയിൽ, സഹിഷ്ണുത, അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള ഈ അവന്റെ ബന്ധപ്പാടുകൾ, അതിന്റെ പിമ്പിലുള്ള കഷ്ടതകൾ, അത് മുഴുവൻ കണ്ടിട്ട് തലമുറകളെ എന്ത് ചെയ്തു? അനുഭവിച്ചു. സ്തോത്രം. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതിന്റെ പിമ്പിലുള്ള വേദനകളും മുഴുവൻ കാണുന്ന ഒരു ദൈവം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ
കഷ്ടപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന അടുത്ത തലമുറകൾ അനുഭവിക്കുന്നത്. അവർ പോകാത്ത രാജ്യങ്ങളിൽ, പിതാക്കന്മാർ പോകാത്ത രാജ്യങ്ങളിൽ ആര് പോയി? മക്കൾ പോയി. അവര് പോകാത്ത രാജ്യങ്ങളിൽ കൊച്ചുമക്കൾ പോയി. കൊച്ചുമക്കൾ പോകാത്ത രാജ്യങ്ങളിൽ കൊച്ചുമക്കൾ പോകും. അപ്പന്മാർ കയറിയിട്ടില്ലാത്ത ഫ്ലൈറ്റുകളിൽ ആര് കയറി? മക്കള് കയറി, കൊച്ചുമക്കൾ കയറി. കാരണം എന്നറിയാമോ? അതിന്റെ പിമ്പിലുള്ള വേദന ആര് കണ്ടു? ദൈവം. അതുകൊണ്ട് നമ്മളെ മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ വേദനകൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കഷ്ടതകൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ആ ദൈവത്തിന്റെ സകല മഹത്വം നമുക്ക് കൽപ്പിക്കാം. നമ്മളെ മുഴുവനായി അറിയുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യപൂർവ്വം നമുക്ക് ജീവിക്കാൻ സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം എന്ന് വെച്ചാൽ നാളെ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം തുടരാം. കർത്താവിന്റെ നാമം മാത്രം പാട്ടും.